ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 എക്കണോമിക്സിന് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ നിന്നുള്ള 4 ചാപ്റ്റേഴ്സ് ആണല്ലോ നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ ആ പാഠങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ സമ്പദ്ഘടനയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അഥവാ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി അല്ലേ. അതായത് നമ്മൾ അവിടെ അത് ഒരു ഷോർട്ടസ്റ്റ് ലെവൽ ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമ്പദ്ഘടനയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ. പ്രധാനമായിട്ടും 3 പ്രശ്നങ്ങളായിരുന്നു: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അല്ലേ. എന്ന് പറയുമ്പോൾ എന്താണ്, എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം അല്ലേ. അപ്പോൾ ആ ചോദ്യങ്ങൾ അവിടെ, അതാണ് 3 പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം അവിടെ നമ്മൾ പഠിച്ചിട്ട് പോവേണ്ടത് വളരെ മസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു മാച്ച് ദ ഫോളോയിങ്, ഒരു 1 വേർഡ് സെക്ഷനിലൊക്കെ കാണാൻ പറ്റുന്നൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ റിവാർഡ്സുമാണ്. അതായത് ഉൽപ്പാദനത്തിൻ്റെ ഘടകങ്ങളും അതിന് കിട്ടുന്ന പ്രതിഫലങ്ങളുമാണ്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഭൂമി, തൊഴിലാളി, അതുപോലെ തന്നെ മൂലധനം, അതുപോലെ തന്നെ സംഘടന അല്ലേ. ഇനി ഇതിന് കിട്ടുന്ന റിവാർഡ്സ്, ഇതിന് തിരിച്ചു കിട്ടുന്നതാണ് എന്തൊക്കെ? റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഓക്കെ, അതിന് നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയാം? നമ്മുടെ വാടക, അതുപോലെ തന്നെ എന്താണ് ശമ്പളം അല്ലെങ്കിൽ കൂലി, അതുപോലെ തന്നെ പലിശ, പിന്നെന്താണ് പ്രതിഫലം കൂടിയുണ്ട്, ലാഭം കൂടിയുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ മലയാളം ടേംസുകാർ അത് കൃത്യമായിട്ട് നോക്കി പഠിച്ചിട്ട് പോവുക. ഓക്കെ, എന്തായാലും ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഫില്ല് ചെയ്യാനോ ഇട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 8 വാക്കുകൾ നമ്മൾ പഠിക്കണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷന് കിട്ടുന്ന പ്രതിഫലങ്ങൾ, റിവാർഡ്സ് ആണ് റെൻറ്റും വേജസും ഇൻട്രസ്റ്റും പ്രോഫിറ്റും ഒക്കെ കേട്ടോ. അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ടൊരു എന്താ പറയുക, ചിലപ്പോൾ ലാൻഡ് തന്നിട്ട് അതിൻ്റെ അടുത്ത് ഡാഷ് ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതണം? റെൻറ്റ് എഴുതണം. ഓക്കെ, ലേബർ തന്നിട്ട് ഡാഷ് ആണെങ്കിൽ വേജസ് എഴുതണം. ക്യാപിറ്റൽ തന്നിട്ടാണെങ്കിലോ ഇൻട്രസ്റ്റ് എഴുതണം. ഓർഗനൈസേഷൻ തന്നിട്ടാണെങ്കിൽ പ്രോഫിറ്റ് എഴുതണം. ഇതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പഠിക്കാം, അത് എളുപ്പമാണല്ലോ. ഇനി നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് PPC. PPC എന്ന് പറയുമ്പോൾ എന്താ? ഉൽപ്പാദന സാധ്യതാ പരിധി അല്ലേ. ഉൽപ്പാദന സാധ്യതാ പരിധി അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, അപ്പം നിങ്ങളത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു ഡെഫിനീഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് PPC എന്നുള്ളത് ഒരു 1-2 സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസ് അതുപോലെ തന്നെ പഠിക്കുക. അത് ഇംഗ്ലീഷുകാരാണെങ്കിലും മലയാളംകാരായാലും ഏത് ലാംഗ്വേജിലായിക്കോട്ടെ, നിങ്ങൾ ആ ഡെഫിനീഷൻ PPC എന്താണ്, ഉൽപ്പാദന സാധ്യതാ പരിധി എന്താണെന്നുള്ളത് ഡെഫിനീഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ പ്ലസ് അതിനോടൊപ്പം ഈ കാണുന്ന ഗ്രാഫിൽ ഞാനിപ്പോൾ റഫായിട്ട് വരച്ചതാണ്, പെൻസിലും സ്കെയിലൊക്കെ യൂസ് ചെയ്ത് നീറ്റായിട്ട് വരച്ചുകൂടി വയ്ക്കുക. പിന്നെ ഉണ്ടല്ലോ, ഈ വരയ്ക്കുമ്പോൾ നമ്മൾ X ആക്സസും Y ആക്സസും ഓയും നമ്മുടെ ഒറിജിനില്ലേ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. ഗുഡ് 1, ഗുഡ് 2 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. PPC ആണെന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെയുള്ള മാർക്കിങ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ PPCയുടെ ഡെഫിനീഷനും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫും വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മളടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ്. അതായത് നമ്മുടെ ഈ ഒരു സമ്പദ്ഘടനയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു ആ ചോദ്യം അല്ലേ. അപ്പോൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ എന്താണ് ഗ്രാഫിക്കലായിട്ട് അല്ലേ, പിക്ചറിലൂടെ നമ്മളടുത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വളരെ എളുപ്പമാണ്. നമ്മൾ PPC ആണ് അവിടെ വരയ്ക്കേണ്ടത് കേട്ടോ. അതായത് നോക്കി X ആക്സസും Y ആക്സസും വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? PPC വരച്ചിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ PPCയിലുള്ള ഏതൊരു ഗുഡ്സ് ആണെങ്കിലും റിസോഴ്സ് ആണെങ്കിലും എന്താണ്, ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് PPCയിലുള്ള ഏതൊരു പോയിന്റും. ദെൻ അതുപോലെ തന്നെ PPCക്ക് പുറത്താണെങ്കിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വളർച്ചയാണ് സംഭവിക്കുക. PPCക്ക് ഉള്ളിലാണെങ്കിൽ എന്താണ്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ അതെന്തായാലും ആ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റും. ആ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ ഈ ഗ്രാഫ് തന്നിട്ട് ഇതിലേതെങ്കിലും ഒരു പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ബാക്കി പോർഷൻ ഏതാണെന്ന് മാർക്ക് ചെയ്യാൻ ചിലപ്പോൾ 2-3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പദ്ഘടനയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ ഈ പറയുന്ന പോലെ ഗ്രാഫിക്കലായിട്ട് അല്ലേ, ഒരു പിക്ടോറിയലായിട്ട് അവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലാതെ തന്നെ വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തായാലും നോക്കിയിട്ട് അത് പഠിച്ചിട്ട് തന്നെ പോവുക. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 3 മാർക്ക് ലെവലിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കേണ്ട ഒരു ചോദ്യമാണ് എന്താണ്, വാസ്തവികവും അതുപോലെ തന്നെ പ്രാമാണികവുമായ സാമ്പത്തിക വിശകലനത്തെക്കുറിച്ചിട്ട്. പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്, അത് ജസ്റ്റ് ഒന്ന് എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഒറ്റ സെൻറ്റൻസിലൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സും
മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാനം അല്ലേ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും അതുപോലെ തന്നെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് പഠിക്കുക. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനായാലും സൂക്ഷ്മത്തിനായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ അധികം എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിന് വേണ്ടി പറയുന്നതാണ് ഡിമാൻഡ്, കോസ്റ്റ് അല്ലേ, പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിലോട്ട് നമ്മൾ പറയുന്ന ടേംസുകളാണ്, എക്സാമ്പിൾസാണ് നാഷണൽ ഇൻകം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. കാരണം ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് എഴുതാൻ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് വൺ വേർഡ് സെക്ഷനിൽ നമുക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സാമ്പിൾസ് തന്നിട്ട് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ബ്രാക്കറ്റിൽ തരും, അത് മൈക്രോയിലും മാക്രോയിലും തരംതിരിച്ച് എഴുതാനും അങ്ങനെ പല ലെവലിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസ് സഹിതം കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം തന്നെയാണ് യൂട്ടിലിറ്റി അല്ലേ, ഉപയുക്തത എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. ചിലപ്പോഴുള്ള 2 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്താണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡെഫിനേഷൻ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് തന്നെ പോകണം. അതുപോലെ തന്നെ അതിനോടൊപ്പം പഠിക്കുക ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും അഥവാ എന്താണ് മൊത്തം ഉപയുക്തത, സീമാന്ത ഉപയുക്തത അല്ലേ. അപ്പോൾ ഈ 3 ടേംസിൻ്റെയും ഡെഫിനേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഈ പഠിക്കുമ്പോൾ നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താണ്, MUX ഈസ് ഈക്വൽ ടു TUX മൈനസ് TUX മൈനസ് 1, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചു കാണാം, MUN ഈസ് ഈക്വൽ ടു TUN മൈനസ് TUN മൈനസ് 1 അല്ലേ. അതുപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി അഥവാ മൊത്തം ഉപയുക്തത കണക്കാക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു എന്താണ്, TUX ഈസ് ഈക്വൽ ടു MUX1 പ്ലസ് MUX2 പ്ലസ് എക്സെട്ര പ്ലസ് MUXN. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഇക്വേഷൻസ് സഹിതം എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചിട്ട് തന്നെ പോകുക കേട്ടോ. ഇനി നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപജയ സീമാന്ത ഉപയുക്തത നിയമം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഓക്കെ, അത് ഈ ഒരു ഉപയുക്തതയുടെ ടോപ്പിക്കിനെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. അധികം ആരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു സംഭവമാണ്, പക്ഷെ അത് ചോദിക്കാറുണ്ട്. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. പക്ഷെ അത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ നിങ്ങൾ ആ ഒരു ഡെഫിനേഷൻ എന്താണ്, കാര്യം എന്താണെന്നുള്ളത് കണ്ടൻറ്റ് ഫസ്റ്റ് എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യമാണ്. അവിടെ ഒരു ടേബിൾ കൂടി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടേബിൾ നമ്മൾ അവിടെ വരണം. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ് പ്രധാനമാണ്. ഈ മുകളിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. എക്സ് ആക്സസും വൈ ആക്സസും ഉണ്ട്, പിന്നെ ഇതാ TU MU മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നീറ്റായിട്ട് നമ്മൾ എല്ലാ മാർക്കിങ്സും കൊടുത്ത് തന്നെയാണ് വരയ്ക്കേണ്ടത്. ഇപ്പം ഞാൻ റഫായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞേ, ആ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ എഴുതണം. അതുപോലെ തന്നെ ആ ടേബിൾ അവിടെ വരണം. എന്നിട്ട് ഈ ഗ്രാഫ്, നിങ്ങൾ ടേബിൾ മറന്നു പോയാലും ഈ ഗ്രാഫ് ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് അവിടെ എഴുതുക കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി അടുത്ത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അഥവാ എന്ത് പറയാം, നമുക്ക് നിസ്സംഗതാവക്രം അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിസ്സംഗതാവക്രം എന്താണ് എന്നുള്ളത് എവിടെയും നമ്മൾ ഡെഫിനേഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഡെഫിനേഷൻ മാത്രം പോരാ, അതിൻ്റെ ഗ്രാഫ് കൂടി വേണം. ഓക്കെ, നമ്മുടെ IC എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം അല്ലേ. അപ്പോൾ ആ ഒരു എക്സ് ആക്സസും വൈ ആക്സസും കൊടുത്ത് IC എങ്ങനെയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് വരയ്ക്കാം. അവിടെയും എല്ലാ മാർക്കിങ്സും കൊടുത്ത് തന്നെ വരയ്ക്കണം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ റഫായിട്ട് വരച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി IC നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അതിൻ്റെ ഫ്യൂച്ചേഴ്സ്, സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ട്. അതൊരു 4 പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിൻറ്റും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൂടി എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവേണ്ടതുണ്ട്. അത് ചോദിക്കാറുണ്ട് കേട്ടോ, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇൻഡിഫറൻസ് കർവ് എന്താണെന്നും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് സവിശേഷതകൾ കൂടി എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, അത് ഡൗൺവേർഡാണ് സ്ലോപ്പ് ചെയ്ത് വരുന്നത് അല്ലേ, ചരിഞ്ഞാണ് വരുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്, കോൺവെക്സ് ഷേപ്പിലാണ് വരുന്നത് അല്ലേ. പിന്നെ 2 ICകൾ, 2 നിസ്സംഗതാ വക്രങ്ങൾ ഒരിക്കലും ഒരുമിച്ച് തട്ടിമുട്ടാറില്ല അല്ലേ, ഇൻ്റർസെക്റ്റ് ചെയ്ത് വരാറില്ല. അതുപോലെ തന്നെ ഉയർന്ന നിസ്സംഗതാ വക്രം എന്താണ് സൂചിപ്പിക്കുന്നത്, ഹൈ ലെവൽ ഓഫ് യൂട്ടിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അത് ഉയർന്ന ലെവലുള്ള നിസ്സംഗതാ വക്രം എന്താണ്, വളരെയധികം ഉയർന്ന ലെവലിലുള്ള ഉപയുക്തതയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് സവിശേഷതകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് കൃത്യമായിട്ട് പോയിന്റ് വൈസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, മറന്നു പോരുത്. നിസ്സംഗതാ വക്രത്തിൻ്റെ ഡെഫിനേഷനും ഗ്രാഫും അതിൻ്റെ സവിശേഷതകളും. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ അല്ലേ, ബഡ്ജറ്റ് രേഖ അല്ലേ. ബഡ്ജറ്റ് രേഖയുടെയും എവിടെയും നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം. ഓക്കെ, അതിൻ്റെ നിർവചനം നമ്മൾ കൃത്യമായിട്ട്
പഠിക്കണം ബജറ്റ് രേഖയുടെ. അത് മാത്രമല്ല പ്ലസ് അതിനോടൊപ്പം ആ ഗ്രാഫും നമ്മളവിടെ കൃത്യമായിട്ട് പഠിക്കണം. ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. എവിടെയും നമ്മൾ ചോദിക്കുമ്പോൾ വരയ്ക്കുന്ന ടൈമിൽ മാർക്കിങ്സ് എല്ലാം നമ്മൾ കൊടുക്കണം. അടയാളപ്പെടുത്തേണ്ടതെല്ലാം അടയാളപ്പെടുത്തി തന്നെ നമ്മൾ വെച്ചാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ബഡ്ജറ്റ് ലൈൻ പഠിക്കുന്ന സമയത്ത് അതിന് ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. വരുമാനം കൂടുമ്പോൾ എങ്ങോട്ട് നീങ്ങും, വരുമാനം കുറയുമ്പോൾ എങ്ങോട്ട് നീങ്ങും എന്നൊക്കെ പറഞ്ഞ് കുറേ ഗ്രാഫുകൾ അത് പഠിക്കുക. അതെല്ലാം കൂടി ചേർത്ത് എസ്സേക്ക് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ബജറ്റ് ലൈനിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. 8 മാർക്ക് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അഥവാ ഉപഭോക്താവിൻ്റെ അനുകൂലതമ തെരഞ്ഞെടുപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്നും പറയാറുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഉപഭോക്താവിൻ്റെ ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ഇതും 8 മാർക്കിന് എസ്സേ ലെവൽ ചോദിക്കുന്നതുണ്ട്. ഓക്കെ, ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതെന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതണം. ഓക്കെ, അതിൻ്റെ നിർവചനവും അതിൻ്റെ കണ്ടീഷനൊക്കെ എഴുതണം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ലടെ നമ്മുടെ ബജറ്റ് രേഖയും അതുപോലെ തന്നെ നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് എന്ത് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലേ. ഉപഭോക്താവിൻ്റെ അനുകൂലതമ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്, ബജറ്റ് ലൈൻ അല്ലേ. ബജറ്റ് രേഖയും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഇനി അതിനെ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്ത ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോകണം, കാരണം 8 മാർക്കിൻ്റെതാണ്. പിന്നെ എവിടെ മാർക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫിനാണ് കേട്ടോ. ഈ ഗ്രാഫ് ഞാൻ എവിടെ കാണുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല, ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഗ്രാഫ് മാത്രം വരച്ചാൽ പോരാ, ഗ്രാഫിൻ്റെ താഴെ നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസ് കാണാൻ പറ്റും. ഇന്ന പോയിന്റ് ഇതാണ്, ഈ പോയിന്റ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ എക്സ്പ്ലനേഷൻസ് കൂടി നമ്മൾ എഴുതണം. എങ്കിലേ നമുക്ക് പൂർണ്ണമായും 8 മാർക്ക് അവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം ആരും പഠിക്കാണ്ട് പോകരുത്, പ്രത്യേകിച്ച് ആ ഗ്രാഫ് വരച്ച് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ലെവലിൽ ചോദിക്കുന്ന എന്നാൽ എളുപ്പമുള്ളൊരു ചോദ്യമാണ് നമ്മുടെ ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിമാൻഡ്, നമ്മൾ ഡിമാൻഡ് പഠിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ ഒരു ലെവലിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും ചോദിക്കുന്ന ഒരു 1 വേർഡ് സെക്ഷനിലാണ്. അതായത് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങളെ പറ്റി പഠിക്കുന്നത് അല്ലേ. വസ്തുക്കളെ പറ്റി, നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗുഡ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം എക്സാമ്പിൾസും ഉദാഹരണങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ലെവലിലായിരിക്കും ചോദ്യം വരുന്നുണ്ടാവുക. ആ ഓരോ ഗുഡ്സ് തരും, അതിൻ്റെ എക്സാമ്പിൾസ് തരും, ഇത് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എഴുതാനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഗുഡാണ് എന്നുള്ളത് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കവിടെ കൺഫ്യൂഷൻ വരരുത്, നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക്കും എക്സാമ്പിൾസ് സഹിതം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി അടുത്ത് വരുന്നൊരു ചോദ്യമാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ചോദന വക്രത്തിൽ എന്താണ് മാറ്റം. ഓക്കെ, നമുക്കറിയാം പ്രധാനമായിട്ടും 2 മാറ്റങ്ങളാണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണ്? മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഷിഫ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ആ 2 ടൈപ്പ് മാറ്റത്തെ പറ്റിയിട്ടും അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മൊത്തത്തിലൊരു 4 ഗ്രാഫുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഗ്രാഫുകൾ കൂടി വരയ്ക്കാൻ പഠിച്ചിട്ട് പോകണം. പക്ഷേ എനിക്കറിയാം ഈ ഒരു ചേഞ്ചസ് ഇൻ ഡിമാൻഡിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയില്ല, എവിടെയെങ്കിലും തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പോവുക. ഗ്രാഫുകൾ വളരെ പ്രധാനമാണ്, അതിലുള്ള ഗ്രാഫുകളെല്ലാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരുന്നതാണ് പിന്നെ ഞാൻ മാർക്ക് പറഞ്ഞില്ലല്ലോ, ചോദന വക്രത്തിലെ മാറ്റം ഒരു 5 മാർക്ക് ലെവലിൽ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഷോർട്ടസ്റ്റ് ആണ്, അപ്പോൾ അത് കൃത്യമായിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി നമുക്ക് 5 മാർക്ക് ലെവലിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് എന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കർവ് അല്ലേ. ചോദനത്തിലെ ഇലാസ്തികത അല്ലേ. ഇലാസ്തികത പ്രധാനമായിട്ടും 5 ഇലാസ്തികതകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. 5 ഇലാസ്റ്റിസിറ്റിക്ക് പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് 5ഉം ഇത് എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, ആർക്ക് വേണമെങ്കിലും പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇതിനകത്തുള്ള 5 ആ ഒരു ഇലാസ്തികതകളും നമ്മൾ പഠിക്കണം. അതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കണം. അവിടെ 5 എണ്ണത്തിനും 5 ഗ്രാഫുകളും ഉണ്ട്, ആ ഗ്രാഫുകളും നമ്മൾ പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾ എക്കണോമിക്സ് ഇപ്പം ഇത്രയും പഠിച്ച് വന്നതല്ലേ. അപ്പോൾ ഗ്രാഫുകൾ നമുക്ക് വളരെ പ്രധാനമാണ്, ഡെഫിനിഷൻസ് പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫുകളൊന്നും മിസ്സാക്കരുത് കേട്ടോ. ഗ്രാഫുകൾ ഉണ്ടെങ്കിലേ അവർ മാർക്ക് തരത്തുള്ളൂ, അതാണ് കാര്യം.
ഇനി ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഭാഗത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടി, കണക്ക് കൂടിയുണ്ട് കേട്ടോ. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? E=Δ Q ബൈ Δ P × P ബൈ Q. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു കണക്ക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അത് നമുക്കൊരു 4-5 മാർക്കിന് അല്ലെങ്കിൽ 3-4 ആ ഒരു റേഞ്ചിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, കണക്കാണ്. അത് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ചോദനത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ഒരു എന്താ പറയുക കണക്കാണ് എവിടെ നമ്മൾ പറയുന്നത്. ചോദനമാണ്, ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, കാരണം പിന്നെ സപ്ലൈ കൂടി നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് TP-MP-AP ഇതൊക്കെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ഉൽപ്പാദനം, ശരാശരി ഉൽപ്പാദനം, സീമാന്ത ഉൽപ്പാദനം അഥവാ ടോട്ടൽ പ്രോഡക്റ്റ്, എന്താണ് മാർജിനൽ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ എന്താണ് ആവറേജ് പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ഇത് മൂന്നിൻ്റെയും കാൽക്കുലേഷൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കണക്കാണ്, ഞാൻ ഈ കണക്കുകളാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ എന്താ പറയുക സ്കെച്ച് പെന്നും കൊണ്ട് റൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ TP-MP-APയുടെ കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ഒരു ടേബിളിൽ വരുന്നതാണ്, ടേബിൾ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, അതാണ് അത് ഞാൻ പറഞ്ഞത്. ഇനി നോക്കിയേ, എക്കണോമിക്സ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും പഠിച്ചിട്ട് പോകേണ്ട ഒരു ചോദ്യമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. SI ചോദ്യമാണ്. അതായത് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും അതുപോലെ തന്നെ എന്താണ് വിഭേദകാനുപാത നിയമവും എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. പക്ഷേ എന്താണെന്നറിയോ, അവിടെ നമ്മൾ ആ തിയറി പോർഷൻസ് കുറേ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വരി പോലും ഇടാണ്ട് പഠിക്കുക. അതുപോലെ തന്നെ അവിടെ 3 സ്റ്റേജുകളെ പറ്റി പറയുന്നുണ്ട്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ, ഡിമിനിഷിങ്, നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ 3 സ്റ്റേജ്, 3 ഘട്ടങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ 3 ഘട്ടങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ. ആ ടേബിൾ നമ്മളവിടെ വരച്ച് വെക്കേണ്ടതുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഒരു ഗ്രാഫ് കൂടിയുണ്ട്. ഗ്രാഫ് മറക്കേ ചെയ്യരുത് കേട്ടോ. ഓക്കെ, TP-AP-MP എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഒരു ഗ്രാഫ് കൂടി കാണുന്നില്ലേ, ആ ഗ്രാഫ് സഹിതം ആ ഗ്രാഫ് വരെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. 8 മാർക്കാണ്. ഇതെന്താണ് പബ്ലിക് എക്സാമിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ അതിനടുത്ത് വരുന്ന ഒരു സംഭവമാണ് റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള ആദായം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കാണാൻ പറ്റും. അതിലും ഇതുപോലെ 3 ഘട്ടങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക 3 പോയിൻ്റൊക്കെ വെച്ച് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൽ നിന്നൊക്കെ എന്തായാലും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ 2 ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ഒരു പ്രോബ്ലം തന്നെയാണ് വീണ്ടും വരുന്നത്, ഒരു കണക്കാണ് വരുന്നത്, കോസ്റ്റിൻ്റെ പ്രോബ്ലം. ഇതും നമുക്ക് ഷുവറാണ്, 8 മാർക്കിന് ചോദിക്കുന്നതാണ്. എന്താ പറയുക, ഇത് അങ്ങനെ ചോദിക്കാതെ വരുന്ന ചോദ്യപേപ്പറൊക്കെ റയറായിട്ട് ഉണ്ടാവാറുള്ളൂ. നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. TC, TVC, TFC, AC, AFC, AVC, SMC ഇതിൻ്റെ എല്ലാം കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു ടേബിളിലൊക്കെ നമ്മൾ ചെയ്തു പോകുന്ന ഒരു കണക്കാണല്ലേ. 8 മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 8 മാർക്കിൻ്റെ കണക്ക് ഇതിപ്പോൾ രണ്ടാമത്തെയാണ് പറയുന്നത്. ഒന്നാമത് നമ്മൾ ബജറ്റ് ലൈൻ്റെ ബജറ്റ് രേഖയുടെ കണക്ക് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് നമ്മുടെ കോസ്റ്റിൻ്റെ അല്ലേ, ചിലവിൻ്റെ അല്ലേ, കോസ്റ്റിൻ്റെ പ്രോബ്ലം നമ്മൾ ഈ TC, TVC ഒക്കെ കണക്കാക്കുന്ന ഇതില്ലേ, ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇക്വേഷൻസ് കുറേ ഉണ്ട്, ഇക്വേഷൻസ് എല്ലാം കൂടി നമുക്ക് മാറിപ്പോകരുത്. ഇക്വേഷൻസൊക്കെ കൃത്യമായിട്ട് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് വെച്ച് കൃത്യമായിട്ട് നല്ല സെറ്റായിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ അവിടെ എവിടെയായിട്ട് കാണാൻ പറ്റും, നമുക്ക് പല സംഭവങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതായത് നമുക്ക് എവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് TCയും TVCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ AC, AVC, MC എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അത് മൊത്തത്തിൽ 5 റിലേഷൻഷിപ്പ്സ് എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ ടോട്ടലായിട്ട്. പക്ഷേ പഠിക്കാൻ പറ്റുമെന്നുള്ളവർ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകും. കാരണം ഈ 2 മാർക്ക് സെക്ഷനിൽ അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പം എന്താ പറയുക, നമ്മുടെ AVC MC റിലേഷൻഷിപ്പ്, AVC MC റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് 2 പോയിൻറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്, അങ്ങനെ പോയിൻറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിക്കാൻ പറ്റും എന്നുള്ളവർ, ഷുവറായിട്ട് പഠിക്കാം എന്നുള്ളവർ ആ റിലേഷൻഷിപ്സ് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, അത്രയും കഴിഞ്ഞ് നമ്മുടെ 3rd ചാപ്റ്റർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നതാണ് നമ്മുടെ 4ാമത്തെ പാഠം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആ പേര് തന്നെ അല്ലേ, ആ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത് തന്നെ SIക്ക് ചോദിക്കുന്നതാണ്. അതായത് എന്താണ്, പൂർണ്ണകിട മത്സര വിപണി അല്ലേ. വളരെ പ്രധാനമാണ് കേട്ടോ, ഇത് ആരും സ്കിപ്പ് ചെയ്തേ, എന്തായാലും ഇത് ചോദിക്കാറുണ്ട്. അതായത് പൂർണ്ണകിട മത്സര വിപണിയെ കുറിച്ചിട്ട് എന്താണ് 8 മാർക്കിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഷോർട്ടസ്റ്റ് ലെവലെങ്കിലും നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. പക്ഷേ നമ്മൾ അവിടെ എഴുതുമ്പോൾ
നമ്മളൊരു പാറ്റേൺ ഉണ്ട് ഇത് എഴുതുന്നത്, വേറൊന്നുമല്ല. നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടി എടുത്ത് നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് തോന്നിപ്പോവും. ഓക്കെ, അതായത് പൂർണ്ണകിട മത്സര വിപണി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അതെന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അത് എന്ത് മാർക്കറ്റാണ്, എന്ത് കമ്പോള സ്ഥിതിയാണെന്നുള്ളത് നമ്മളവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കുറേ സവിശേഷതകളെന്ന് പറഞ്ഞിട്ട് ഒരു 8-9 പോയിൻറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് എല്ലാം ഒന്നുപോലും വിടാതെ നമ്മൾ പഠിച്ചവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് ആ വിവരണം നമ്മൾ കൃത്യമായിട്ട് എഴുതുക. പിന്നെ അതിൻ്റെ സവിശേഷതകൾ, ഫ്യൂച്ചേഴ്സ് നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ എഴുതേണ്ടതാണ്, നമ്മൾ ആ ഒരു റവന്യൂവിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നൊരു പോയിൻ്റാണ്, ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അഥവാ ലാഭം പരമാവധി ആക്കൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ടോപ്പിക് കൂടി നമ്മളിവിടെ എഴുതേണ്ടതുണ്ട്. അതാണ് ഞാൻ പ്ലസ് എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അവിടെയും എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? ഓക്കെ, ലാഭം പരമാവധി ആക്കലാണ്. അപ്പോൾ ഏത് പോയിന്റ് എത്തുമ്പോഴാണ് ലാഭം പരമാവധി ആവുന്നത്, ആ ഒരു ലെവലിൽ കുറച്ച് എക്സ്പ്ലനേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അവിടെ എഴുതേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ എഴുതേണ്ടത് വളരെ പ്രധാനമാണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ലാഭം പരമാവധി ആകണമെന്നുണ്ട് എങ്കിൽ അവിടെ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് MC MRന് തുല്യമാകണം. അതുപോലെ തന്നെ രണ്ടാമത് MC എന്താണ്? MR കർവിനെ താഴെ നിന്ന് അല്ലേ, ബിലോയിൽ നിന്ന് കട്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. മൂന്നാമത്തെ കണ്ടീഷനാണ് പ്രൈസ് നമ്മുടെ AVCയിൽ ഷോർട്ട് റണ്ണിലാണെങ്കിൽ പ്രൈസ് ഒരിക്കലും AVCനെ എന്താണ് ഗ്രേറ്റർ ദാനോ ഈക്വലോ ആയി നിൽക്കണം. അതുപോലെ തന്നെ ലോങ് റണ്ണിലാണെങ്കിൽ പ്രൈസ് എന്താണ് ലോങ് റൺ ആവറേജ് കോസ്റ്റിനെ ഗ്രേറ്റർ ദാനോ ഈക്വൽ ആയി നിൽക്കണം. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ടെക്സ്റ്റ് എടുത്ത് നോക്കുക കേട്ടോ, അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 പോയിന്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് 3 പോയിന്റ്സ്. ഓക്കെ, അതായത് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ലാഭം പരമാവധി ആകണമെന്നുണ്ട് എങ്കിൽ അവിടെ എന്താണ് സാധ്യമാകേണ്ട 3 അവസ്ഥകളാണ്, 3 കണ്ടീഷൻസ് ആണ് ഈ 3 പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റ്സ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഗ്രാഫ് കൂടി വരുന്നുണ്ട് കേട്ടോ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഒരു ഗ്രാഫ്, ലാഭം പരമാവധി ആകുന്നതിൻ്റെ ഒരു ഗ്രാഫ് കൂടിയുണ്ട്. അപ്പോൾ ആ ഗ്രാഫ് നമ്മൾ അവിടെ എഴുതണം, അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പൂർണ്ണകിട മത്സര വിപണി ചോദിക്കുമ്പോൾ നമ്മളവിടെ എന്താണതെന്നുള്ളത് നമ്മൾ എഴുതണം, ഡെഫിനേഷൻ എഴുതുക, അതിൻ്റെ സവിശേഷതകൾ നമ്മൾ എഴുതേണ്ടതുണ്ട്. അതോടൊപ്പം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ അവിടെ എഴുതണം. അതിനകത്താണ് നമ്മൾ 3 കണ്ടീഷൻസിനെ പറ്റി പറയുന്ന ആ 3 പോയിന്റും അവിടെ വരണം. എന്നിട്ട് എന്താണ് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അഥവാ ലാഭം പരമാവധി ആകുന്നതിൻ്റെ ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ഗ്രാഫ് എന്ന് പറയുമ്പോൾ വരച്ച് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് വരയ്ക്കണം, ഗ്രാഫ് എന്താണെന്നുള്ളതിന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സപ്ലൈയെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രധാന വക്രം അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രധാന വക്രത്തിൻ്റെ എന്താണ്, വക്രത്തെ എന്താണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ടെക്നോളജി, ഇൻപുട്ട്, പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു 4 ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ 4 ഘടകങ്ങൾ നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി എഴുതാൻ തക്കതായിട്ട് നമ്മളത് പഠിച്ചിട്ട് പോവേണ്ടതുണ്ട്. പിന്നെ നമുക്കൊരു കണക്ക് വരുന്നുണ്ട്, ഒരു കാൽക്കുലേഷൻ. അതായത് വേറൊന്നുമില്ല, നമ്മളെവിടെ സപ്ലൈയുടെയും പ്രധാന വക്രത്തിൻ്റെയും പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിക്കുന്നുണ്ട്, ഇലാസ്റ്റികത നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇലാസ്റ്റികത, സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q എന്ന് പറയുന്നത്. നമ്മുടെ ഡിമാൻഡിന് അവിടെ നമ്മൾ ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, അതേ സെയിം ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു കണക്ക് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഡിമാൻഡിൻ്റെ ചോദിക്കും, അല്ലെങ്കിൽ ഈ സപ്ലൈയുടെ ഉറപ്പായിട്ടും ചോദിക്കും. ഇക്വേഷൻ സെയിം ആയതുകൊണ്ട് തന്നെ ഇത് എളുപ്പമാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ 4ാമത്തെ പാഠത്തിൻ്റെ അവസാനം വരുന്നൊരു ടോപ്പിക്ക് നിങ്ങൾ കാണാൻ പറ്റും, ജിയോമെട്രിക് മെത്തേഡ് ഓഫ് മെഷറിങ് സപ്ലൈ. മലയാളത്തിലാണെങ്കിൽ ഉണ്ടല്ലോ ജ്യാമിതീയ രീതി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് ചോദിക്കുമ്പോൾ എന്താണെന്നറിയോ, നമ്മളിത് എവിടെ കിടക്കുന്നതാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ അധികം നോട്ടീസ് ചെയ്യാത്തൊരു ഭാഗമാണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ ഒരു ടോപ്പിക് നിങ്ങൾ ടെക്സ്റ്റിലെടുത്ത് നോക്കുക, അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 3 ഗ്രാഫുകൾ കാണാൻ പറ്റും. ഇതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലടാ, പക്ഷെ ഒന്ന് നോക്കുക, അതിൽ മാർക്കിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അടയാളപ്പെടുത്തേണ്ടൊക്കെ അടയാളപ്പെടുത്തണം. ഈ 3 ഗ്രാഫുകളാണ് നമ്മളവിടെ വരച്ച് വെക്കേണ്ടത്. ജ്യാമിതീയ രീതിയിൽ നമ്മളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആ രീതിക്ക് വേണം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സപ്ലൈ ഉണ്ടല്ലോ, സപ്ലൈ നമുക്ക് ജാമിതീയ രീതിയിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നത്. ബേസിക്കലി ഈ 3 ഗ്രാഫുകളാണ് നമുക്ക് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഇതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതുകൂടി നമ്മൾ അവിടെ നോക്കിയിട്ട് തന്നെ പോവുക. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതെന്തോ വലിയൊരു കാര്യമാണ്, എങ്ങനെ പഠിച്ചു തീർക്കുക, എങ്ങനെ മനസ്സിലാക്കുക എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അത് ഉറപ്പായിട്ട് നമുക്ക് ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. അത് ഉറപ്പായിട്ട് നോർമലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിലോട്ട് ആഴത്തിലിറങ്ങി നമ്മളൊന്ന് സമാധാനമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയമാണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് വലിയൊരു ഭാരമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഈ ഗ്രാഫുകളൊക്കെ എങ്ങനെ ഓർത്തിരിക്കുമോ എന്നൊക്കെ നമ്മൾ ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, എനിക്കും ആദ്യമൊക്കെ പഠിച്ച ടൈമിലൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു ഈ ഗ്രാഫുകൾ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയൊക്കെ എഴുതും എന്നുള്ളത്. എക്സാം ടൈമിൽ ഇതൊക്കെ ഓർമ്മ വരുമോ, അതുപോലെ ഈ ടേബിൾസൊക്കെ എങ്ങനെയായിരിക്കും നമ്മളത് ഓർത്തിരിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ ഞാൻ ചെയ്തത് എന്താണെന്നറിയോ, ഞാനൊരു ബുക്ക് എടുത്തിട്ട് നമ്മൾ മാത്സ് പഠിക്കുന്ന പോലെ തന്നെ ഇതെല്ലാം വരച്ചും എഴുതിയും കണക്ക് ചെയ്തായാലും ഒക്കെ കുറേ തവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവസാനം എന്ത് ചെയ്തത്, നന്നായിട്ട് എഴുതാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക. എന്താണ്, ഈ ഗ്രാഫുകളൊക്കെ നമ്മൾ നോക്കി അങ്ങ് വിട്ടാൽ പോരാ. നമ്മളൊരു ബുക്ക് എടുത്തിട്ട് നീറ്റായിട്ട് സ്കെയിലും പെൻസിലൊക്കെ വെച്ച് വരച്ച് നോക്കുക. അതിൽ അടയാളപ്പെടുത്തേണ്ടതൊക്കെ അടയാളപ്പെടുത്തി നോക്കുക. ഓക്കെ, നിങ്ങൾ കാണാതെ അതൊക്കെ വരച്ച് നോക്കണം. ഓക്കെ, പിന്നെ അതുമാത്രമല്ല ഈ തിയറി പോർഷൻസ് ഇല്ലേ, ഡെഫിനീഷൻസ് ഒക്കെ പഠിക്കാൻ, അതൊക്കെ കുറച്ച് ടൈം എടുക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും മനസ്സിലാക്കി മെല്ലെ നന്നായിട്ട് പഠിച്ചു പോകുക കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്സ് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഈ ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളില്ലേ, ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ പഠിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ എക്കണോമിക്സ് ടെക്സ്റ്റ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നമ്മൾ ടെക്സ്റ്റ് എത്രത്തോളം വായിച്ചും പഠിച്ചും പോകാൻ പറ്റും അത്രയും നമുക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് അല്ലാണ്ട് ബാക്കിയുള്ള പോർഷൻസും ഒക്കെ എന്ത് ചെയ്യുക, വായിക്കാൻ പറ്റുമെന്നുള്ളവർ എന്തായാലും വായിച്ച് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ട് വേറെ വീഡിയോസും എന്തെങ്കിലും ക്ലാസ്സുകളായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യാം കേട്ടോ. കാരണം 1 വേർഡ്സ് റിലേറ്റ് ചെയ്ത് ഡൗട്ട്സ് ഉണ്ടാവും, ഇക്വേഷൻസ്, കണക്ക് അല്ലേ, എനിക്കറിയാം അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സുകൾ വരുന്നതാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടുക, മടിക്കേണ്ട. ഓക്കെ, മാക്സിമം പറ്റുന്ന പോലെ ഞാനും വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? ഒരിക്കൽ കൂടി പറയട്ടെ, ഗ്രാഫുകളാണ് ഏറ്റവും പ്രധാനം എക്കണോമിക്സിൽ കേട്ടോ. നമ്മൾ +2 എക്കണോമിക്സിലെ ഗ്രാഫുകൾ നമ്മൾ വിട്ടിട്ട് ഒരു കളിയുമില്ല. ഓക്കെ, ഗ്രാഫുകളാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഗ്രാഫുകളെല്ലാം കൃത്യമായിട്ട് വരച്ച് പഠിച്ചിട്ട് തന്നെ പോകണം. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എഴുതാൻ നമുക്ക് പറ്റണം. ഓക്കെ, അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ അല്ലേ? താങ്ക് യു.